ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ആത്മീയ ഉണർവിന്റെ കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. നോമ്പ് പുതുക്കത്തിന്റെയും രൂപാന്തരത്തിന്റെയും പ്രതീകമാണ്. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ കുറിവാക്യമായി 7-ന്റെ 7-ഉം 8-ഉം വാക്യം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഈ വേദഭാഗത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ദൈവത്തോടായിരിക്കുന്ന ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിന്റെ ഫലമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോടുള്ള ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. വേദഭാഗത്തോട് നാം വരികയാണെങ്കിൽ യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. ഒന്നാമതായി യാചിപ്പീൻ. യാചിപ്പീൻ എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് മനസ്സലിയുന്നവൻ, അവരോട് കരളലിയുന്നവൻ, അവരുടെ ആവശ്യത്തോട് സഹതാപം കാണിക്കുന്നവൻ, അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം പറഞ്ഞ് മടുത്തു പോകരുത്. പിന്നെയും പിന്നെയും അവന്റെ സന്നിധിയിൽ യാചിക്കണം. രണ്ടാമതായി അന്വേഷിപ്പീൻ. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടെത്തും എന്നാണ് മറുപടി പറയുന്നത്. എന്താണ് അന്വേഷിക്കുന്നത്? ദൈവത്തെ, ദൈവിക സാന്നിധ്യത്തെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് അന്വേഷിക്കുന്നത്. എപ്പോഴും നമുക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ടായിരിക്കണം. മൂന്നാമതായി മുട്ടുവീൻ. മുട്ടുവീൻ തുറക്കപ്പെടും. തുടർച്ചയായി മുട്ടിക്കൊണ്ടിരിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ നോമ്പ് വേളയിൽ ദൈവത്തോട് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.